ഹലോ, ഹാപ്പി ഹോം മേക്കറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു ഉണക്കച്ചെമ്മീൻ പടവലങ്ങ കറിയാണ് ചെയ്യുന്നത്. നല്ല തേങ്ങ അരപ്പൊക്കെ ചേർത്തിട്ടുള്ള കറി. ഈ ഒരു സമയത്ത് നമുക്ക് നല്ല പച്ചമീനൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ നല്ല മീൻ കറിയൊക്കെ കൂട്ടി ചോറിനാണെന്നൊക്കെ തോന്നിയാൽ ചെയ്തു നോക്കാവുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ ഈ പടവലങ്ങ ചേർക്കുന്നത് കൊണ്ട് തന്നെ കഷ്ണങ്ങളിലേക്ക് ആ മീനിൻ്റെ ഒരു ഫ്ലേവറും അതുപോലെ ആ ഒരു കുടപ്പുളിയുടെ പുളിയൊക്കെ ചേർന്ന് കിട്ടില്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് വേഗം തന്നെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് പടവലങ്ങയും അതുപോലെ ഉണക്കച്ചെമ്മീൻ ഇട്ടിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാനൊരു ചെറിയ പടവലങ്ങയുടെ പകുതിയാണ് എടുത്തേക്കുന്നത്. ഏകദേശം ഈ ഒരു വലിപ്പത്തിൽ 2 കഷ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. നമ്മൾ പടവലങ്ങ ഈ ഒരു വലിപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്കിതിലേക്ക് മല്ലിപ്പൊടി വേണമെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇതിലേക്ക് വേണ്ട ഇഞ്ചി ഉള്ളിയൊക്കെ ഒന്ന് നേരെയാക്കിയിട്ട് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചുമന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ 2 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 ഇതിൽ കറിവേപ്പില മുറിച്ചിട്ടതാണ്. അതുപോലെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ ചതച്ച് നമ്മൾ മീൻകറിയിലൊക്കെ ചേർക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ പടവലങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇത് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം. നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും ഉള്ളിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇതൊന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള, ഞാനിവിടെ കുടപ്പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മാങ്ങയോ അതല്ലെങ്കിൽ ഏത് പുളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അത് ഞാനിവിടെ 3 കഷ്ണം കുടപ്പുളിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ പടവലങ്ങ കഷ്ണങ്ങളൊക്കെ വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി മീൻ കറി എന്ന് പറയുമ്പോൾ ചാറ് കറിയാണല്ലോ. ഒരല്പം വെള്ളം കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. ഏതായാലും നമ്മുടെ പടവലങ്ങ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് വരണം. അപ്പോൾ നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. പടവലങ്ങ നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കണം. അതായത് ഞാനിവിടെ 1 കപ്പ് ഉണങ്ങിയ ചെമ്മീൻ, അതായത് ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്ത് വെള്ളമൊക്കെ ഒന്ന് വാലാനായിട്ട് വെക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയുടെ അരപ്പാണ്. വേറെ ഒന്നുമില്ല. നമ്മൾ ഒരു വലിയ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ അരച്ച് ചേർക്കണം. നമ്മൾ തേങ്ങ അരച്ചിട്ടാണ് ചേർക്കുന്നത്, തേങ്ങ പാല് പിഴിഞ്ഞിട്ടല്ല. അതുകൊണ്ട് തന്നെ തേങ്ങ നല്ലതുപോലെ മഷി പോലെ അരച്ചെടുക്കാം. ഇനി നമുക്ക് കറി കാച്ചാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചുമന്നുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ട് അതുപോലെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പടവലങ്ങ വെന്തോ നോക്കാം. നമ്മുടെ പടവലങ്ങ ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചേക്കുന്ന തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ അരച്ചിട്ട് എടുക്കണം. ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം കൂടെ ഇപ്പം തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഒന്ന് ചൂടായിക്കോട്ടെ, ചെറുതായിട്ടൊന്ന് തിള വന്നോട്ടെ. നമ്മുടെ കറി ചെറുതായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഇവിടെ വേറൊരു ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറി കാച്ചാനുള്ളതും ബാക്കി പ്രോസസ്സൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതിലേക്ക് 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് കരിവേപ്പിലയും അതുപോലെ ചുവന്നുള്ളി കട്ട് ചെയ്തതും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് പൊട്ടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ചേർത്ത് കൊടുത്തില്ല എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇത് ചെറുതായിട്ടൊന്ന് വാടണം.
വല്ലാതെ മൂത്ത് വരരുത്, ചെറുതായിട്ടൊന്ന് വാടിക്കോട്ടെ. നമ്മുടെ ഉള്ളിയൊക്കെ ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മൾ കഴുകി വാലാൻ വെച്ചിരുന്ന ഉണക്കച്ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചെമ്മീൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതും കൂടെ ചേർത്താണ് മൊരിച്ചെടുക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ ഉള്ളി നല്ലതുപോലെ മൊരിച്ച് കാച്ചൊഴിക്കല്ലേ ചെയ്യാറ്. അതിന് പകരം നമ്മൾ ഇതിലേക്ക് ചെമ്മീനും കൂടെ ചേർത്തു. നല്ലതുപോലെ ചെമ്മീൻ്റെ വെള്ളമൊക്കെ വറ്റണം. നമ്മുടെ ചെമ്മീനൊക്കെ നല്ലതുപോലെ വെള്ളമൊക്കെ വറ്റി, അതായത് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കറിയിൽ ഉപ്പ് നോക്കിയതിന് ശേഷം, അതുപോലെ നമ്മുടെ ചെമ്മീന് എത്രമാത്രം ഉപ്പുണ്ടെന്നൊക്കെ നോക്കിയതിന് ശേഷം ആവശ്യമാണെങ്കിൽ ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ചെമ്മീന് അധികം ഉപ്പ് രസമില്ല, അതുകൊണ്ട് ഞാനൊരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കറിയിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അതുപോലെ ഞാനിതിലേക്ക് ഒരല്പം എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് അതുപോലെ കറിയിൽ മുളക് ചേർത്തിട്ടുണ്ട്, അതൊക്കെ നോക്കിയതിന് ശേഷം ആവശ്യമാണെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഗ്രേവി, പടവലങ്ങയുടെ ഗ്രേവി ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി എപ്പോഴും പറയുന്നത് പോലെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് അടച്ചു വെക്കാം. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ടുള്ള നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള പടവലങ്ങ ഉണക്കച്ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ടാവും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഉണക്കച്ചെമ്മീൻ പടവലങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുടപ്പുളിയൊക്കെ ഇട്ട് തേങ്ങ അരപ്പൊക്കെ ചേർത്തിട്ട് കിടിലൻ ടേസ്റ്റുള്ള നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പച്ചമീനൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ ഉണക്കച്ചെമ്മീൻ വെച്ച് ചെയ്യാവുന്ന അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണ്. കൂട്ടത്തിൽ കൂടെ നമ്മുടെ ഉള്ളിലേക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടെ ചെല്ലും, അതായത് പടവലങ്ങയും കൂടെ ഉള്ളിലോട്ട് ചെല്ലും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.